നമസ്കാരം. പിണറായി വിജയൻ വിഭാവനം ചെയ്ത നവകേരളത്തെ 18ാം പടിയിലൂടെ ശബരിമല സന്നിധാനത്ത് എത്തിക്കാൻ ശ്രമിച്ച ഒരു മഹതിയെ ആരും മറക്കാനിടയില്ല. പിണറായി കണ്ട സ്വപ്നങ്ങൾ സഫലീകൃതമാക്കാൻ അവർ ചെയ്ത സേവനങ്ങൾ വിലമതിക്കപ്പെട്ടതാണ്. ആരെക്കൊണ്ട് ഞാൻ ശബരിമല ശരിപ്പെടുത്തുമെന്ന് ചിന്തിച്ചിരുന്ന പിണറായിക്ക് ലഭിച്ച വരദാനമായിരുന്നു ആ സ്ത്രീ. ആ നാമധേയം കേട്ടാൽ തന്നെ വിശ്വാസികൾ ഇപ്പോഴും വിറയ്ക്കും. സുപ്രീം കോടതി വിധിയുടെ മറവിൽ അയ്യപ്പ വിശ്വാസികളെ അപഹേളിക്കാൻ പിണറായി സർക്കാർ കണ്ടെത്തിയ മുതലിൻ്റെ പേര് ബിന്ദു അമ്മിണി എന്നായിരുന്നു. ഒരു വലിയ നവോത്ഥാന വിപ്ലവം നടത്തിയ ശേഷം നാട്ടിലെങ്ങും നിൽക്കാൻ കഴിയാതെ പാവം സ്ഥലം വിട്ടുവെന്നാണ് പിന്നെ കേട്ടത്. എല്ലാത്തിനും കോളൊപ്പിച്ചു കൊടുത്ത പിണറായി വിജയൻ്റെ സർക്കാർ അവരെ വേണ്ട രീതിയിൽ സംരക്ഷിച്ചുമില്ല, ജോലി കൊടുത്തുമില്ല. എന്നു കരുതി കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളിലെല്ലാം ബിന്ദു ചേച്ചി പ്രതികരിക്കുന്നുമുണ്ട്. പിണറായി സർക്കാർ നാട്ടിലെ പട്ടിണിയും പൈതാഹവും എല്ലാം മാറ്റിക്കഴിഞ്ഞു. വനിതാ മതിലുണ്ടാക്കി നവോത്ഥാനത്തെ സംരക്ഷിച്ചു വരുന്നതിനാൽ ബിന്ദു അമ്മിണിക്ക് ഇടപെടാൻ മറ്റ് ദൗത്യങ്ങൾ ഒന്നുമില്ല ഇവിടെ. അന്ന് ബിന്ദുവും കനകദുർഗയും കൂടി ശബരിമലയിൽ നവോത്ഥാനം നടത്തിയതോടെ അയ്യപ്പനെ കാണാൻ വനിതകളുടെ തള്ളിക്കയറ്റമാണിപ്പോൾ. അതാണ് അമ്മിണി കൊണ്ടുവന്ന വിപ്ലവത്തിൻ്റെ ഗുണം. ശബരിമലയിൽ സ്ത്രീകൾ കയറിയല്ലോ എന്ന് പറഞ്ഞ് ആനന്ദിച്ച വിജയൻ്റെ മുഖം ആര് മറക്കാനാണ്. തൊട്ടു പിന്നാലെ SFI വനിതകളെ കയറ്റാൻ വിസിലടിക്കുമെന്ന് പറഞ്ഞവരുടെയൊക്കെ സ്ഥിതിയും നമ്മൾ കണ്ടതാണ്. ഓരോന്നിനും എണ്ണി എണ്ണി കാലം കണക്ക് തീർത്തു വരുന്നു. ബിന്ദു അമ്മിണിയെപ്പറ്റി ഇപ്പോൾ പറയാൻ കാരണമുണ്ട്. ജീവനക്കാരായ 3 കള്ളികൾ ചേർന്ന് ഒരു തൊഴിൽ സ്ഥാപനം കൊള്ളയടിച്ച വാർത്തകൾ ഏതാനും ദിവസമായി നമ്മൾ ചർച്ച ചെയ്തു വരികയാണ്. തൊഴിൽ ചോദിച്ചു വന്ന യുവതികളോട് ഞാൻ നിങ്ങളെ മുതലാളിയാക്കാമെന്ന് പറഞ്ഞ് തൻ്റെ സ്ഥാപനം നോക്കി നടത്താൻ വിട്ടുകൊടുത്ത മുതലാളിയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ. 69 ലക്ഷം ഊറ്റിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മതിയായി. അതോടെ ഞങ്ങളിനി ജോലിക്ക് വരുന്നില്ല എന്നായി. 2 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഭർത്താക്കന്മാരുണ്ട് അവർക്ക്. ചില മാസങ്ങളിൽ ശമ്പളം 2 കോടി വരെയാകും. തന്നെ ഊറ്റിക്കൊണ്ടാണ് അവർ പോയത് എന്നറിഞ്ഞപ്പോൾ കിട്ടിയതും വാങ്ങി തലയൂരാമെന്ന് കരുതിയ കൃഷ്ണകുമാറും കുടുംബവും ഒടുവിൽ തട്ടിക്കൊണ്ടുപോകൽ, ജാതി പീഡനം എന്നു വേണ്ട സകല വകുപ്പുകളിലും കുടുങ്ങി. അതോടെ കയ്യിലുള്ള തെളിവുകൾ അവർ പുറത്തുവിട്ടു. പഠിച്ച കള്ളികൾ വലയിലായി. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇന്ന് നവോത്ഥാനം നേരിടുന്നത് വലിയൊരു ധർമ്മസങ്കടമാണ്. അധികാര കേന്ദ്രങ്ങളിലൊന്നും പൂണൂലും കുടുമയുമുള്ള ബ്രാഹ്മണരെ കാണാനില്ല. അവരുടെ കുടുമയ്ക്ക് പിടിച്ചും പൂണൂലിന് വലിച്ചും പഴയ അയിത്തക്കണക്കിന് പകരം ചോദിക്കാമെന്ന് വെച്ചാൽ അത് നടക്കില്ല. ചരട് കെട്ടിയതും കുറിതൊട്ടതുമായ സുരേഷ് ഗോപിയെയോ കൃഷ്ണകുമാറിനെയോ ഒക്കെ കയ്യിൽ കിട്ടുമ്പോഴാണ് അവരിപ്പോൾ പ്രതികാരം ചെയ്യുന്നത്. ഒരാൾ ബ്രാഹ്മണരാകാൻ ഒന്ന് മോഹിച്ചു പോയി. അത് അയ്യപ്പനെ സേവിക്കാനുള്ള കൊതി കൊണ്ടായിരുന്നു. കൃഷ്ണകുമാർ ആണെങ്കിൽ നോട്ടപ്പുള്ളിയായത് നിലത്ത് കുഴികുത്തി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത പഴയ കഥ പറഞ്ഞതോടെയാണ്. കൃഷ്ണകുമാർ ഇപ്പോൾ കടുത്ത സംഘിയും BJPക്കാരനുമാണല്ലോ. ജാതിച്ചീട്ടുമായി വന്ന് 3 യുവതികൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കഥന കഥ വിവരിച്ചതോടെ കൃഷ്ണകുമാറും കുടുംബവും അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി. മെഹദൂദി ചാനലുകാരൊക്കെ ശരിക്കും ഈ വിഷയം ആഘോഷിച്ചു. കൈരളിയും റിപ്പോർട്ടറും ആർത്ത് അട്ടഹസിച്ചു. ഒടുവിൽ കഥയാകെ തിരിഞ്ഞു മറിഞ്ഞതോടെ കൃഷ്ണകുമാറിൻ്റെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് അവർ കടന്നു കളഞ്ഞു. മോഷണ കഥയിലെ പ്രധാന നായികയുടെ ബനിയനിൽ ട്രാമ എന്ന് ആലേഖനം ചെയ്തത് തികച്ചും യാദൃച്ഛികമാകാം. മോഷണ കഥയിലെ യുവതികൾ ഇപ്പോൾ പുതിയ മുതലാളിമാരെ തേടുകയാണ്. അതിൻ്റെ ഭാഗമായി അവർ ഒളിവിലാണ്. മുതലാളിമാർ കൂടുതലായി വിളിച്ചു തുടങ്ങിയതോടെ അവരുടെ ഐഫോണുകൾ ഓഫായി. ഇതിനിടയിൽ അതാ ബിന്ദു അമ്മിണി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരള പോലീസിന് അറിഞ്ഞുകൂടാത്ത ചില നിയമങ്ങൾ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നു. ബിന്ദു ഇവിടെ ഇല്ലാത്തതിൻ്റെ കുഴപ്പങ്ങളാണ് പലതും സംഭവിക്കുന്നത്. തട്ടിപ്പ് സ്ഥിരീകരിച്ചപ്പോഴാണ് അമ്മിണി യുവതിയുടെ രക്ഷകരായി എത്തിയിട്ടുള്ളത്. ഇനി അവളുമാരുടെ വക്കാലത്തെടുത്തോ എന്നും സംശയിക്കണം. ആൾക്കൂട്ട വിചാരണയ്ക്ക് ഈ കുട്ടികളെ വിധേയരാക്കിയത് തെറ്റാണെന്നും ഈ പെൺകുട്ടികൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ പോവുകയാണ് വേണ്ടതെന്നും എല്ലാ കുറ്റങ്ങളും ദളിതരുടെ തലയിലിടുകയാണെന്നും മറ്റുമാണ് അമ്മിണി പറയുന്നത്. മോഷണത്തിൽ നിന്നും രക്ഷ നേടാൻ ജാതിക്കാർ ഇറക്കിയത് തന്നെ ഈ 3 പെണ്ണുങ്ങളാണ്. അങ്ങനെ ഇരിക്കെ അവരെ ന്യായീകരിച്ചിറങ്ങിയ ബിന്ദു അമ്മിണിക്ക് കമൻറ്റുകളിലൂടെ കണക്കിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. മോഷണക്കുറ്റം ആരോപിച്ച് ഒരു ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായ മാനസിക പീഡനത്തിന് ഇരയായപ്പോഴും ആശാസമരക്കാർ 100 ദിവസത്തിലധികം സമരം നടത്തിയിട്ടുമൊന്നും അഭിഭാഷക കൂടിയായ ഈ ദളിത് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ നവോത്ഥാന നായികയ്ക്ക് ഒരക്ഷരം പറയാനില്ല. SUCയുടെ പഴയ പാട്ടപ്പിരിവുകാരി പഴയ കാലമൊക്കെ മറന്നോ എന്തോ.
മോഷ്ടാക്കളെ വെളുപ്പിക്കാൻ പിന്നെയും ജാതി കാർഡുമായി ഇറങ്ങിയ കുത്തിത്തിരിപ്പ് അമ്മിണി നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പി ശശിയോട് ചോദിക്കണം, എന്താ സാറേ നമ്മുടെ സർക്കാർ ഇങ്ങനെയൊക്കെ എന്ന്. മണ്ഡലകാലങ്ങൾ പലത് കഴിഞ്ഞിട്ടും അമ്മിണി എന്തേ വരാത്തു എന്നാലോചിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ഈ ബിന്ദു അമ്മിണിയുടെ ഇപ്പോഴത്തെ മറ്റൊരു ധർമ്മസങ്കടം, എന്തുകൊണ്ട് കൃഷ്ണകുമാറിൻ്റെ മക്കളൊക്കെ ജാതിയിൽ താഴോട്ടുള്ളവരെ കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെയാണ്. ഭഗവാനെ, ഇതെന്തൊരു കഷ്ടമാണ് അമ്മിണി.